നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡോക്ടർ ഷഹനയുടെ മരണം. റിമാൻഡിലുള്ള പ്രതി ഡോക്ടർ റൂഫൈസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ആറ്റിങ്ങലിൽ CPIM പ്രവർത്തകരുടെ വീടുകൾക്കു നേരെ യൂത്ത് കോൺഗ്രസ് ആക്രമണം. നഗരസഭാ കൗൺസിലറുടെ വീട് അടിച്ചു തകർത്തു. മറിയംകുട്ടിക്കെതിരെ സർക്കാർ. മറിയംകുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതി. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിൽ പോലീസ് വാഹനം കയറിയിറങ്ങി ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിലുള്ള പ്രതി ഡോക്ടർ റൂഫൈസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യ വകുപ്പുമായി കൂടിയാലോചിച്ച് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ റൂഫൈസിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നും റൂഫൈസ് കോടതിയെ അറിയിച്ചു. ഇക്കഴിഞ്ഞ 20-ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും റൂഫൈസ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഷഹനയുടെ ആത്മഹത്യ കുറിപ്പ് വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് മനസ്സിലാകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത്. ഷഹനയുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് റൂഫൈസിന് അറിയാമായിരുന്നുവെന്നും ഷഹനയുടെ വീട്ടിൽ റൂഫൈസിന്റെ കുടുംബം എത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച നടന്നതിന് സാക്ഷികളുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ CPIM പ്രവർത്തകരുടെ വീടുകൾക്കു നേരെ യൂത്ത് കോൺഗ്രസ് ആക്രമണം. CPIM ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ നജാമിന്റെ വീട് അടിച്ചു തകർത്തു. നവകേരള യാത്രയ്ക്ക് നേരെ തുടങ്ങിയ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ് തുടരുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തുന്ന നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തിയത് മുതൽ തുടങ്ങിയതാണ് ആക്രമണം. മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞതു മുതൽ ആറ്റിങ്ങലിലെ യൂത്ത് കോൺഗ്രസ് അക്രമം തുടരുകയാണ്. CPIM പ്രവർത്തകർക്കും വീടുകൾക്കും നേരെ വ്യാപക ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുന്നത്. ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ നജാമിന്റെ വീടിന്റെ ജനൽ ചില്ലുകളും വാതിലും ആക്രമണ സംഘം അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണത്തിൽ DYFI പ്രവർത്തകർക്ക് മാരകമായി പരിക്കേറ്റിരുന്നു. നവകേരള സദസ്സ് സമാപിക്കും വരെ തലസ്ഥാന ജില്ലയെ സമാനമായ അന്തരീക്ഷത്തിൽ നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് പരിസരങ്ങളിൽ വ്യാപകമായ ആക്രമണം ഉണ്ടായത്. മറിയംകുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. രാഷ്ട്രീയ പരാമർശങ്ങളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും സർക്കാർ വ്യക്തമാക്കി. പെൻഷൻ നൽകാൻ ഇപ്പോൾ സാമ്പത്തിക പരിമിതിയുണ്ടെന്നും ഒരാൾക്ക് മാത്രമായി പെൻഷൻ നൽകാനാവില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വിശദീകരണ കുറിപ്പ് നൽകാമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് സർക്കാരിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ വിശദീകരണ കുറിപ്പ് നൽകും. പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്താണ് ഇടുക്കി സ്വദേശി മറിയംകുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 5 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ് ഹർജിയിലെ ആരോപണം. പെൻഷൻ ഇല്ലാതെ മറിയംകുട്ടി എങ്ങനെ അതിജീവിക്കും? 1600 രൂപ സർക്കാരിന് ചെറുതായിരിക്കും, എന്നാൽ അവർക്കത് ജീവിതമാണ്. സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ചോദിച്ചിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിൽ പോലീസ് വാഹനം കയറിയിറങ്ങി ഗുരുതര പരിക്ക്. കാട്ടാക്കട മണ്ഡലം സെക്രട്ടറി അൻസല ദാസിന്റെ കാൽപാദത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ തിരുവനന്തപുരം SP ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ പോലീസ് വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെ നവകേരള സദസ്സ് പരിപാടിക്കായി മുഖ്യമന്ത്രിയും സംഘവും എത്തിയപ്പോഴാണ് കാട്ടാക്കട ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതിനു പിന്നാലെ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കമ്പും വടികളുമായി ആക്രമിച്ചു.